വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലോട് സ്വാഗതം. നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ആലുവയിൽ നിന്ന് കാസർഗോഡേയും പൂർണ്ണ എക്സ്പ്രസ്സിലാണ്. എറണാകുളം ജംഗ്ഷൻ പൂനെ ജംഗ്ഷൻ പൂർണ്ണ എക്സ്പ്രസ്സിലാണ്. അതിൻ്റെ സ്ലീപ്പർ കോച്ചിലാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. എനിക്കൊരു മുട്ട മണി കിട്ടി. കയ്യിൽ പെയിൻ്റ് ആയിട്ടാ ഇവിടെ ഇതുപോലെ സംഭവം പെയിൻ്റ് അടിക്കണ്ടായി. ഞാൻ നോക്കില്ല, കയ്യിൽ പെയിൻ്റ് ആയി. പോയി കഴുകി കഴിയാൻ പറ്റുമോ നോക്കട്ടെ. റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ട്രെയിൻ വരും. അപ്പോൾ ട്രെയിൻ വന്നിട്ട് ബാക്കി നിങ്ങൾ കാണാം. അതിത്തോട്ട് ഇവിടെ ഒരു ഗുഡ്സിൻ്റെ വാഗൺ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതയായിട്ട് പോകാൻ വേണ്ടിയിരിക്കും ഈ വാപ്പ് 9 ലോക്കോമോട്ടീവ്. അതിൻ്റെ ഉള്ളിൽ ട്രെയിൻ മാനേജർ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് അവിടെ പോയി കറങ്ങി ഇവിടെ ഒന്ന് കപ്പിൾ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇങ്ങനത്തെ പാരഗ്രാഫ് കൊൽക്കത്ത റേഞ്ചിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് മൊത്തം പൊങ്ങണ സൈസാണ്. അപ്പോൾ ഗൈസ്, ഇതേ ആ ഒരു ആള് ആ ഒരു ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവിൻ്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്ന വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. അതായത് വയർസും എയർ പൈപ്പും കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ഒരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് പാരഗ്രാഫ് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ മുന്നിലോട്ട് പോകുമ്പോൾ ബാക്കിലത്തെ പാരഗ്രാഫ് പൊക്കണം, ബാക്കിലോട്ട് പോകുമ്പോൾ മുന്നിലത്തെ പാരഗ്രാഫ് പൊക്കണം. അപ്പോൾ നല്ലോണം എഫിഷ്യൻസി വരും. പിന്നെ വാപ്പ് 9 കുറച്ച് റെയിൽ ഫാനിൻ്റെ അടുത്തായിട്ടത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ കരുത്തുള്ള ഗുഡ്സ് ട്രെയിനിൽ യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ ലോക്കോമോട്ടീവാണ് വാപ്പ് 9 ലോക്കോമോട്ടീവ്. ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് ഗുഡ്സ് ട്രെയിനിലും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പാസഞ്ചർ ട്രെയിനിൽ നമ്മുടെ എപ്പോഴും കിങ് ആയിട്ടുള്ള WV7 ലോക്കോമോട്ടീവിന്. ഇനി നമ്മുടെ ട്രെയിൻ ആദ്യം വരുന്ന മതി, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓന്ത് പോകുന്ന പോലെ പോകും. എന്തായാലും നമ്മുടെ ട്രെയിൻ ആദ്യം വരും. അപ്പോൾ കപ്ലിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഗുഡ്സ് ട്രെയിനിൻ്റെ കപ്ലിങ് കാണാൻ പോയി. എന്നിട്ട് ഗുഡ്സ് ട്രെയിനിൻ്റെ WV9 കപ്ലിങ് ചെയ്യുന്നത് കാണാൻ പോയതാണ്. അപ്പോൾ ബാക്കി നമുക്ക് ട്രെയിൻ വന്നിട്ട് നമുക്ക് വിവരങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ബൈ. ഡീസൽ ലോക്കോമോട്ടീവാണ്. ഡീസൽ ലോക്കോമോട്ടീവ്. S3 പോണ്. 2021 മേട് കോച്ചാണ്. നമ്മുടെ ഡീസൽ ലോക്കോമോട്ടീവ് വെച്ചിട്ട് ഉള്ള പൂർണ്ണ എക്സ്പ്രസ് നേരെ ഇനി പൂനെ ലക്ഷ്യമാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, പൂനെ എത്തി കാസർഗോഡ് എത്തിയിട്ട് കാണാം. അതുവരെയും വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, നമുക്ക് പൂർണ്ണ എക്സ്പ്രസിൻ്റെ ബാത്റൂം ഒന്ന് പോയി നോക്കാം. ഈ ബസ്റ്റാണ് മണമുണ്ട്, നല്ലോണം മണമുണ്ട്. ഇത് നീറ്റുണ്ട്. അപ്പോൾ അതാ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഡീസൽ ലോക്കോമോട്ടീവാണ് നമ്മുടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്കിനി കാണാം. ഷോർട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് വരാം. ബൈ. എന്തെങ്കിലും ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വാങ്ങാൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നതാണ് കടയിലോട്ട്. നമ്മൾ കേക്കും ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിൽ കയറുന്ന ട്രെയിൻ പോകുമ്പോൾ കഴിക്കാം. അപ്പോൾ ഗൈസ്, കഴിക്കാൻ ബിരിയാണി ഉണ്ട്. കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയാം. 100 രൂപ ഈ ബിരിയാണിക്ക്. ഒരു സ്പൂണുണ്ട്, പിന്നെ സലാഡാന്ന് തോന്നുന്നു, പിന്നെ ഉരുളച്ചാറുണ്ട്, 2 പീസ് ചിക്കൻ ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ നമ്മുടെ വെള്ളം. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വരാം. ഗൈസ്, കൈയൊക്കെ കഴുകി ബിരിയാണി കഴിച്ചു. ബിരിയാണി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. നീ കഴിക്കാൻ നമുക്ക് വിശപ്പുണ്ടെങ്കിൽ കഴിക്കാം. ബിരിയാണി, അതായത് ബിരിയാണിക്ക് ഇതിപ്പോൾ ഞാൻ വില കുറച്ച് പോകണമെന്ന് പറയില്ല. ബിരിയാണി
100 രൂപയ്ക്കാണ് ബിരിയാണി കിട്ടിയത്. അതൊരു കടയിൽ കൊടുക്കുന്നത് 150 രൂപയ്ക്ക് ആക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി കൂട്ടാം. ക്വാണ്ടിറ്റി അത് അത്രയും മതി, പക്ഷേ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇത് ഒരു ഉപ്പും മുളകും ഇല്ലാത്ത പോലെ. നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ് കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ 50 മണിക്കൂർ വഴുകി ഓടിയെത്തിയിട്ടുണ്ട്. ഡീസൽ ലോക്കോമോട്ടീവാണ്, അതും പറഞ്ഞാൽ പ്രത്യേക സ്പീഡൊന്നുമില്ല, നോർമൽ സ്പീഡ് തന്നെയാണ്. അപ്പോൾ ബാക്കി നമുക്ക് കാസർഗോഡ് എത്തിയിട്ട് കാണാം. 50 മണിക്കൂറിൽ 50 മിനിറ്റ് ആണ്. അപ്പോൾ 50 മിനിറ്റ് വഴിക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ട്രെയിൻ മാത്രമല്ല ലേറ്റ് ചെയ്ത്, മംഗലാക്ഷദ്വീപ് ലേറ്റ് ചെയ്ത് അവിടെ നിന്ന് സിഗ്നൽ വിട്ടു. 11:20 പറഞ്ഞ മംഗലാക്ഷദ്വീപ് ലേറ്റ് ആയിട്ട് 1:30ക്കാണ് ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗൈസ് നമ്മുടെ ജേർണി എൻഡ് ആയിട്ടുണ്ട്. നമ്മുടെ ലോക്കോമോട്ടീവ് ഈ വട്ടത്തെ സ്പെഷ്യാലിറ്റി ഡീസൽ ലോക്കോമോട്ടീവാണ്. WDP 4D ആണ് നമ്മുടെ ലോക്കോമോട്ടീവ്. ഡീസൽ ലോക്കോമോട്ടീവ് വരാൻ കാരണം അത് ദോബ്സാഗർ വാട്ടർഫോൾ വഴിയാണ് ആ ട്രെയിൻ പോകുന്നത്. അത് ദോബ്സാഗർ വാട്ടർഫോൾ വഴി പോകുമ്പോൾ അവിടെ ഇലക്ട്രിഫിക്കേഷൻ നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ എറണാകുളത്തുനിന്ന് ഡയറക്റ്റ് ഡീസൽ ലോക്കോമോട്ടീവ് വെച്ച് പോകുന്നതാണെങ്കിൽ അത്രയും പ്രശ്നമില്ലല്ലോ, അത് കാരണമായിരിക്കും. നമ്മുടെ ട്രെയിൻ ജേർണി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു നല്ലൊരു ട്രെയിൻ ജേർണി ആയിട്ട് നമുക്ക് വരാം. ഇപ്പോൾ മൊത്തം ഇരുട്ടാണ് ഇവിടെ, എന്നെ കാണാൻ സാധിക്കുന്നതെങ്കിൽ അറിഞ്ഞൂടെ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി അടുത്ത ട്രെയിൻ ജേർണി ആയിട്ട് വരാം.